Hi guys, welcome back to NVD class. നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ അനുഭവപ്പെട്ട ഫോഴ്സിനെ കുറിച്ചൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പോവാം. ചാർജ്ഡ് പാർട്ടിക്കിളിന് പകരം ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ തന്നെ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് വയറിനെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫോഴ്സ് അനുഭവപ്പെടുമോ? അപ്പോൾ അനുഭവപ്പെടും. ആ ഫോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോണത്. അപ്പോൾ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മളെ ഡിസ്കഷൻ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് വയറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു വെച്ചാൽ, നിങ്ങൾക്കറിയാം ഈ കറണ്ട് ക്യാരിയിങ് വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ? മാത്രമല്ല, നിങ്ങൾ ആ കറണ്ട് ക്യാരിയിങ് വയറിനെ വെക്കുന്നത് എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡ്. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ അകത്തുള്ള കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇന്ററാക്ട് ചെയ്യും. ആ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ആ കണ്ടക്ടറിന്റെ മുകളിൽ എന്ത് അനുഭവപ്പെടും? ഫോഴ്സ് അനുഭവപ്പെടും. അതാണ് ഇതിന്റെ ഐഡിയ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. വെൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് there will be a force acts on the current conductor. There will be a force acts on the conductor due to interaction between magnetic field produced by current carrying conductor and external magnetic field. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. വെൻ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദർ വിൽ ബി എ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ കണ്ടക്ടർ ഡ്യൂ ടു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആൻഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് ആ കണ്ടക്ടറിൽ എന്തനുഭവപ്പെടും? ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് ഇൻറ്റു എന്ന് വിചാരിച്ചോ. ഇതിൻ്റെ അകത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്, ബോർഡിൻ്റെ അകത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഇവിടെ ബി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു കണ്ടക്ടർ എടുക്കുകയാണ്, ഒരു വയർ. ഇതാണ് കണ്ടക്ടർ എന്ന് വിചാരിച്ചോ. ഈ കണ്ടക്ടറിലൂടെ ഇങ്ങനെയാണ് ഐ എന്ന കറണ്ട് ഒഴുകുന്നു വിചാരിച്ചു. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ മുകളിൽ എന്തനുഭവപ്പെടും? ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് നമുക്ക് റൈറ്റ് ഹാൻഡ് പാം റൂൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സുഖമാണ്. നിങ്ങൾക്ക് അറിയാം എന്താണ്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ നമ്മൾ ആരെ പ്ലേസ് ചെയ്യും? നമ്മുടെ ഫിംഗേഴ്സിനെ പ്ലേസ് ചെയ്യും. തമ്പിന്റെ ഡയറക്ഷനിൽ നമ്മൾ ചാർജിനെയാണ് പ്ലേസ് ചെയ്യുക. ചാർജിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റിനെയാണ് പ്ലേസ് ചെയ്യുക. ആ വെലോസിറ്റിക്ക് വേറെ ഇവിടെ കറണ്ട് ആക്കിയാൽ മതി, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പാമ്പ് നമുക്ക് എന്ത് തരും? ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ തരും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന് ഡയറക്ഷൻ തരും. അതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം നമ്മൾ റൈറ്റ് ഹാൻഡ് എടുത്തു. നമ്മൾ ഏതിന് ഡയറക്ഷൻ സെറ്റ് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ സെറ്റ് ചെയ്തു. ഇതങ്ങനെ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിൽ ആണ് നമ്മൾ എന്ത് ഐ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡയറക്ഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടായിരിക്കും, താഴെ ആയിരിക്കും, FB. അപ്പോൾ ഈ കണ്ടക്ടർ എന്ത് ചെയ്യും? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ താഴേക്ക് മൂവ് ചെയ്യും വിത്ത് ഫോഴ്സ് FB. ഡ്യൂ ടു എ ഫോഴ്സ് FB. ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് കാരണം ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ആ ഫോഴ്സ് FB എത്രയും നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് അറിയാം, നമ്മൾ FBന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. FB is equal to Q into V cross B. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ FBയുടെ. എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഈ V എന്താ? വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ?
വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ സപ്പോസ് ഈ വയറിന്റെ ലെങ്ത് എല്ലാന്ന് വിചാരിച്ചു, ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യുന്നത് പോലെയല്ലേ, അല്ലേ? അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലിരിക്കട്ടെ. അപ്പൊ ഇതിനകത്തോട് ചാർജ് ഒഴുകുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഈ ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എത്ര ലെങ്ത് മൂവ് ചെയ്യണം? എൽ ലെങ്ത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് പകരം എനിക്ക് എൽ ചേർത്തൂടെ? അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ ടി എഴുതിക്കൂടെ എനിക്ക്? ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി റീപ്ലേസ് ചെയ്തിട്ട് എൽ ഡിവൈഡഡ് ബൈ ടി എഴുതിക്കൂടെ? അപ്പോൾ എനിക്ക് എഫ് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വിക്ക് വരും എന്ത് ചെയ്യുക? എൽ ബൈ ടി വെക്റ്റർ ക്രോസ് ബി എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ നോക്കൂ, ഈ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഫ്രണ്ടിലേക്ക്. അപ്പോൾ എഫ് ബി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ഇൻറ്റു എൽ ക്രോസ് ബി ഇടല്ലേ? ഈ ക്യൂ ബൈ ടി എന്താ? ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ടൈം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐ എന്ന് വിളിക്കാം. സോ എഫ് ബി ഈസ് ഈക്വൽ ടു എന്താ വരിക? ഐ ഇൻറ്റു എൽ ക്രോസ് ബി. ഇതാണ് നമ്മുടെ എന്ത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. എൽ എന്താണ്? ലെങ്ത് ഓഫ് ദി കണ്ടക്ടറാണ്. എല്ലിൻ്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കുക. കാരണം കറണ്ട് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിട്ട് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എല്ലിൻ്റെ ഡയറക്ഷൻ ആയിട്ട് എടുക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ എല്ലിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിട്ട് എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ് വ്യക്തമാണെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ എല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് കണ്ടക്ടർ, കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്. പിന്നെ ബി മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ എഫ് ബി ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ ഐ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എഫ് ബി ഈസ് ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. അപ്പോൾ തീറ്റ ഈസ് ദ എന്താണ്? തീറ്റ ആംഗിൾ ബിറ്റ്വീൻ എൽ ആൻഡ് ബി. അപ്പം ഇതാണ് നമ്മുടെ എന്ത്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് എഫ് ബി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി, അഥവാ എഫ് ബി ഇസ് ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ഷൻ ഈസ് ഫൗണ്ട് യൂസിങ് റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഇപ്പോൾ ഡയറക്ഷൻ നമ്മൾ പാം റൂൾ. ഇപ്പോൾ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്തിലാണ്? എന്തിൻ്റെ ഡയറക്ഷൻ? എഫ് ബി ആണ്. എഫ് ബിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്താണ്? റൈറ്റ് ഹാൻഡ് പാം റൂളാണ്. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു ഐഡിയനെ കുറിച്ച്, ഈ ഒരു കൺസെപ്റ്റിൽ പറയാനുള്ളത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എഴുതും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിയിങ് ഇൻഫിനിറ്റ്ലി ലോങ് വയേഴ്സ്. രണ്ട് കറണ്ട് ക്യാരിയിങ് വയേഴ്സ്, പാരലലായിട്ട് കറണ്ട് ക്യാരിയിങ് ചെയ്യുന്ന രണ്ട് വയറുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവയ്ക്കിടയിൽ എന്ത് ചെയ്യും? ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ചിലപ്പം ഈ രണ്ട് വയറുകളെ അട്രാക്ട് ചെയ്യും, ചിലപ്പം ഈ രണ്ട് വയറുകളെ റിപ്പൽ ചെയ്യും. അത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് ഒരു വയറുണ്ടെന്ന് വിചാരിച്ചു. ഇതാണ് വയറ്. ഈ വയറിൻ്റെ ലെങ്ത് ഇൻഫിനിറ്റി ആണ്, എൽ ലെങ്ത് ആണ്. ഇതിലൂടെ I1 എന്നൊരു കറണ്ട് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് വിചാരിച്ചോ. അതേപോലെ ഇതിന് പാരലായിട്ട് ഞാൻ മറ്റൊരു വയർ എടുക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത്തും എൽ തന്നെയാണെന്ന് വിചാരിച്ചോ. ഇതിലൂടെ I2 കറണ്ട് ഒഴുകുന്നുണ്ട്. ഇത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ രണ്ട് പാരലായിട്ടാണ് ഈ വയർ വെച്ചിട്ടുള്ളത്. കറണ്ട് ഒഴുകുന്നതും പാരലായിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബോത്ത് വയേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ആ രണ്ട് വയർ എന്ത് ചെയ്യും? അവയെ പരസ്പരം എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ വേറൊരു വയർ ഞാൻ എടുത്തു. ഇതേ എൽ ലെങ്ത്തുള്ള ഇൻഫിനിറ്റ്ലി ലോങ് വയർ. ഇതിലൂടെ I1 കറണ്ട് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണത്. മറ്റൊരു വയറുണ്ട്,
സെയിം ലെങ്ത് തന്നെയാണ്, ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഇതിലൂടെ കറണ്ട് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, I2 കറണ്ട്. അപ്പോൾ ഇവിടെ കറണ്ട് സെയിം ഡയറക്ഷനാണ്, ഇവിടെ കറണ്ട് സെയിം ഡയറക്ഷനാണ്, ഇവിടെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ബോത്ത് വയേഴ്സ് റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ പരസ്പരം എന്ത് ചെയ്യും? വികർഷിക്കും. ഇങ്ങോട്ടായിരിക്കും ഫോഴ്സ്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിൽ അട്രാക്ട് ചെയ്യും, ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, ആ ഫോഴ്സാണ് നമ്മൾ പറയാൻ പോകണം. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഫോഴ്സ് എങ്ങനെയാണ് വരിക, പാരലൽ ആയതുകൊണ്ട് അട്രാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. അതേപോലെ തന്നെ ആൻറ്റി പാരലൽ ആയി കഴിഞ്ഞാൽ, കറണ്ട് ആൻറ്റി പാരലൽ ഒഴുകി കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാര്യങ്ങളും ആ ഫോഴ്സിൻ്റെ ഇക്വേഷനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് തവണ ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേഷനും ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡെറിവേഷനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇനി പറയാൻ പോണത്. അപ്പോൾ നോക്കിയിരുന്നോ? അപ്പോൾ എഴുതിയെടുത്തോ വേഗം. ഓക്കെ, ഞാൻ വായിക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഒരു സിറ്റുവേഷനേ എടുക്കണുള്ളൂ, രണ്ട് സിറ്റുവേഷനും കൂടെ എടുക്കണില്ല, ഒരു സിറ്റുവേഷനേ എടുക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന രണ്ട് ഫോഴ്സുകളെയും പറയും. കാരണം ആ രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും, അതൊന്നും ഓർത്തിരിക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് വരച്ച സിറ്റുവേഷൻ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് ഒഴുകുന്ന വയറ്, ഇൻഫിനിറ്റി ലോങ് ആണ്, ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നത് I1. അതേപോലെ മറ്റൊരു വയറുണ്ട് അവിടെ, ഈ വയറിലൂടെ കറണ്ട് I2 ആണ് ഒഴുകുന്നത്, ഇത് ഇൻഫിനിറ്റി ലോങ് ആണ്. ഇവിടെ ലെങ്ത്, രണ്ട് ലെങ്ത്തും L ആണെന്ന് വിചാരിച്ചു. ഇവിടെ ഇതാ രണ്ടിൻ്റെയും ലെങ്ത് എന്താണ്? L ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവ ഞാൻ പറഞ്ഞു, ഇവ എന്ത് ചെയ്യും? രണ്ടും റിപ്പൽ ചെയ്യില്ല, അട്രാക്ട് ചെയ്യും. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അട്രാക്ഷൻ സംഭവിക്കുന്നത്, അതാണ് ഞാൻ അവിടെ പറയാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു വയറിനെ മാത്രം എടുക്കുകയാണ്. ഈ ഒരു വയറിലൂടെ കറണ്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു കറണ്ട് ക്യാരിയിങ് വയറാണ്. കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വയറിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഭാഗത്ത് എങ്ങനെയായിരിക്കും? അതൊന്ന് കണ്ടുപിടിച്ചാലോ? സിമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒഴുകുന്ന കറണ്ട് മുകളിലേക്കാണ്, ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുക്കുക, റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക? തമ്പിൻ്റെ ഡയറക്ഷനിൽ കറണ്ടിനെ പോയിന്റ് ചെയ്യുക. ഫിംഗേഴ്സ് കേൾ നമുക്ക് എന്ത് തരും? മാഗ്നറ്റിക് ഫീൽഡ് തരും. അതാണ് നമ്മുടെ എന്ത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇങ്ങോട്ടാണ് കറണ്ട് ഒഴുകുന്നത്, കറണ്ട് ഒഴുകുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക? ഈ ഭാഗത്ത് ഇൻറ്റു ആണ് അല്ലേ? ഇൻറ്റു അല്ലേ? അപ്പോൾ ഈ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻറ്റു ആണ്. ഇവിടെയൊക്കെ എന്താണ്? ഇൻറ്റു ആണ്. അല്ലേ? ബി. ഇനി നോക്കി സിറ്റുവേഷൻ. ഇപ്പൊ ശരിക്ക് ഒന്നാമത്തെ വയറ് കാരണം, ഇത് ഒന്നാമത്തെ വയറിന് വിചാരിച്ചു, ഇത് രണ്ടാമത്തെ വയറിന് വിചാരിച്ചു. ഒന്നാമത്തെ വയറിൽ കറണ്ട് ഒഴുകുന്നത് കാരണം ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് ഇൻറ്റു ആണ്. ആ മാഗ്നറ്റിക് ഫീൽഡിലല്ലേ രണ്ടാമത്തെ വയറിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്? പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒന്നാമത്തെ വയറിൽ I1 എന്ന കറണ്ട് ഒഴുകിയപ്പോൾ ആ I1 എന്ന കറണ്ട് കാരണം ഈ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ് ഉണ്ടായത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരെ വെച്ചിരിക്കുന്നത്? ഈ വയറിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട മുമ്പത്തെ സെഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കറണ്ട് ക്യാരിയിങ് വയറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? FB എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. നമ്മൾ പഠിച്ചതല്ലേ? അതേ സിറ്റുവേഷൻ തന്നെയല്ലേ ഇവിടെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ഈ വരച്ചിരിക്കുന്നത്? ആ മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് വയറിനെ വെച്ചിട്ടില്ലേ? ആ കറണ്ട് ക്യാരിയിങ് വയറിനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവണം? ഫോഴ്സ് ഉണ്ടാവണ്ടേ? ഉറപ്പല്ലേ ഫോഴ്സ്? ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നമുക്ക് നോക്കാം. റൈറ്റ് ഹാൻഡ് പാം റൂൾ എടുത്താൽ മതി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ അകത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അപ്പോൾ തമ്പ് നമ്മൾ എന്ത് ചെയ്യും? ആ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ് വരിക? ഇങ്ങോട്ടല്ലേ വരിക. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങോട്ടല്ലേ? F. തൽക്കാലം F എന്ന് വിളിക്കാം. F അല്ലെങ്കിൽ വേണ്ട പേര് കൊടുക്കാം. F. രണ്ടാമത് എന്താണ് ഫോഴ്സ്? F12 ആണോ F21 ആണോ? രണ്ട് ഫോഴ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് F12 ഉണ്ട്, പിന്നെ F21 ഉണ്ട്. F21 എന്താണ്? ഫോഴ്സ് ഓൺ 2 due to 1. അപ്പോൾ ഇത് F2 ആണ്. കാരണം
ഒന്നാമത്തെ വയറിൻ്റെ മുകളിൽ ഒന്നാമത്തെ വയർ കാരണം രണ്ടാമത്തെ വയറിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലേ, അതല്ല ഒന്നാമത്തെ വയർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് F21 അല്ല, അപ്പോൾ ഈ ഫോഴ്സ് F21. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഈ വയറിനൊന്ന് എടുക്കുകയാണ്, ഇതും അങ്ങോട്ട് അട്രാക്ട് ചെയ്യണ്ടേ, അപ്പോൾ ഞാൻ ഈ വയറിനൊന്ന് എടുക്കുകയാണ്. ഈ വയറിന് എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഈ വയർ കാരണം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കറണ്ട് മുകളിലേക്കല്ലേ, അപ്പോൾ ഈ ഭാഗത്ത് ഇൻറ്റു ആണ്, ഈ ഇങ്ങനെ വന്ന് ഈ ഭാഗത്തേക്ക് ഔട്ടാണ്. അപ്പോൾ ഈ വയർ കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് സൈഡാണ്, അപ്പോൾ ഇവിടെ ഔട്ടാണ്, പി ഫുൾ ഔട്ടാണ്. അല്ലേ, ബി ഔട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വയറ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഒരു വയറിനെ പ്ലേസ് ചെയ്ത പോലെ കറണ്ട് ക്യാരിങ് വയറിന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വയറിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യൂലേ, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റൈറ്റ് ഹാൻഡ് പാം റൂൾ വെച്ച് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? പുറത്തേക്കാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കറണ്ട് മുകളിലേക്കല്ലേ, ഇതാ കറണ്ടിൻ്റെ ഡയറക്ഷൻ, അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടല്ലേ വരിക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് F12 എന്ന് വിളിച്ചൂടെ, F12 ഇങ്ങോട്ടല്ലേ. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കണത്? രണ്ട് വയറുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യും എന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്ന രണ്ട് വയറുകൾ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കറണ്ട് ക്യാരിങ് വയർ പ്ലേസ് ചെയ്ത പോലെയാണ് അതിൻ്റെ മുകളിൽ എന്ത് ആക്ട് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഞാനിവിടെ F121 ആണ് കണ്ടുപിടിക്കുന്നത്. F21 കണ്ടുപിടിക്കും. സിമിലർലി എന്നിട്ട് എഴുതും F12. കാരണം F21 കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും എന്ത് വരിക? F12 വരിക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കണ്ടെത്തിയിട്ട് സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിവിടെ കണ്ടെത്താൻ പോകുന്നത് എന്താണ്? F12 ആണ്. F12 അല്ല, F21 ആണ്. പറഞ്ഞിട്ട് പോയി. F21 ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോണത്. F21 കണ്ടുപിടിച്ച ശേഷം നമ്മൾ സിമിലർലി എന്ന് പറഞ്ഞിട്ട് F12 എഴുതും. ഓക്കെ ആണോ? അപ്പോൾ F12 ഇവിടെ എഴുതാം. എന്താണ് F12? ഇതാണ് F12 എന്നുള്ള ഇതാണല്ലേ. F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 അല്ലേ. ഒന്നാമത്തെ വയറ് കാരണം ഒന്നാമത്തെ വയറിൻ്റെ മുകളിൽ രണ്ടാമത്തെ വയറ് കാരണം ഫോഴ്സ് അതങ്ങോട്ട്. പിന്നെ F12 എന്താണ്? അല്ല, F21 എന്താണ്? F21 ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോണത് F21 ആണ്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഇതാ. ഹിയർ സെക്കൻഡ് വയർ ഈസ്, അല്ലെങ്കിൽ വേണം ഇങ്ങനെ എഴുതാം, ദിസ് ഫോഴ്സ് ഈസ് കോസ്ഡ് ഡ്യൂ ടു എന്താണ്? സെക്കൻഡ് വയർ ഈസ് പ്ലേസ്ഡ് ഈസ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ, ഈസ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫസ്റ്റ് വയർ by placing second wire in it അല്ലേ. അപ്പോൾ എന്താണ് F21? this force is caused due to the magnetic field of first wire by placing second wire. എന്ന് വെച്ചാൽ ഒന്നാമത്തെ വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത്തെ വയറിന് വെച്ചപ്പോൾ ഉണ്ടായ ഫോഴ്സ് ആണെന്ത്? F21. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F is equal to ILB sin θ. നമ്മൾ തൊട്ട് മുമ്പത്തെ സെഷനിൽ പഠിച്ചായിരുന്നു. അതാണ് നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അത് ഞാൻ എന്ത് ചെയ്യാണ്? F21 എന്ന് എഴുതുകയാണ്. അപ്പോൾ F21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ വയറിൻ്റെ മുകളിൽ ഒന്നാമത്തെ വയർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലേ. അല്ല രണ്ടാമത്തെ വയറിൻ്റെ മുകളിൽ ഒന്നാമത്തെ വയർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. കറക്റ്റാണ്, പറഞ്ഞാൽ ശരിയാ. രണ്ടാമത്തെ വയറിൻ്റെ മുകളിൽ ഒന്നാമത്തെ വയർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒന്നാമത്തെ വയർ ഇതാണ് അല്ലേ. ഒന്നാമത്തെ വയറല്ല, രണ്ടാമത്തെ വയർ ഇതാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ വയറിനെ ബി എന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ വയർ കാരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഫോഴ്സ് എഴുതുന്ന സമയത്ത് ഇവിടുത്തെ കറണ്ട് ഏത് കറണ്ട് എഴുതുന്നുണ്ട്? I1 ആണോ എഴുതുന്നുണ്ട്? I2 ആണോ എഴുതുന്നുണ്ട്? I2 അല്ലേ. കാരണം I2
ആണല്ലോ ബിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I2 എന്ന കറണ്ട് അല്ലേ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ I2 ലെങ്ത് L തന്നെയാണ് L. അപ്പോൾ L B സൈൻ തീറ്റ അല്ലേ, സൈൻ തീറ്റ അല്ലേ. ഇനി അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഇപ്പോൾ നോക്കുക, എല്ലും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് സെറ്റ് ചെയ്യുക. കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, എല്ലിനെ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ F21 എന്നുള്ളത് ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ F21 ഇങ്ങോട്ടാകുമ്പോൾ എല്ലും F21 തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ എത്രയാണ് ഇവിടെ, തീറ്റ = 90 ഡിഗ്രിയാണ്. ഇടയല്ലേ. അപ്പോൾ ഇവിടെ സൈൻ 90 ആവും. അപ്പോൾ F21 = I2LB എന്നൊരു സൈൻ 90 1 ആണ്. ഓക്കെ, ഇനി ഈ ബി കണ്ടെത്തണം. ബി കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആംബിയേഴ്സ് ലോ വേണം. കാരണം എന്താ വെച്ചാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ രണ്ട് വയറിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് വേണ്ടത് എന്താണ്, ഈ ഒന്നാമത്തെ വയറ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതാണിത് ഇവിടെ ഉണ്ടാവുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ രണ്ടാമത്തെ വയറിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് എന്താണ്, ഒന്നാമത്തെ വയറ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് D. കാരണം ഈ രണ്ട് വയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്. സോ ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് വേണം ഒന്നാമത്തെ വയറിൽ കറണ്ട് ഒഴുകുന്നത് കാരണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, ആംബിയേഴ്സ് ലോ അപ്ലൈ ചെയ്യും. ആംബിയേഴ്സ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിലാണെങ്കിൽ അതിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ്, അല്ല ഫോഴ്സ് അല്ല, അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, B = പഠിച്ചിട്ടുണ്ട് μ0I / 2πr. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ B = μ0I / 2πr പഠിച്ചിട്ടുണ്ട്. അത് ഒന്ന് എടുത്ത് നോക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ സംഭവം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്യുന്നത് മനസ്സിലായി. ആംബിയേഴ്സ് ലോൻ്റെ അകത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഇക്വേഷൻ പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടുത്തെ ഈ ഇക്വേഷൻ ഒരു മാറ്റം ഉണ്ടാവും. μ0I എന്ന് പറഞ്ഞാൽ ഈ വയറ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ I എന്ന് പറഞ്ഞാൽ I1 ആണ്. അപ്പോൾ μ0I1 / 2π. R എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് D. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഏത് ലോ ആണ്, ആംബിയേഴ്സ് ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ F21 = I2L. B എന്താണ്, μ0I1 / 2πd. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ F21 = μ0 / 2π I1 I2 / D × L. ഇതാണ് എന്ത്, F21ൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ആ F21 ആണ് ആക്ച്വലി ഇങ്ങോട്ടുണ്ടാവുന്നത്. ഇനി ഞാൻ ഇതേ സംഭവം തന്നെ F12 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക ഇതേ ഇക്വേഷൻ തന്നെയാണ്. സെയിം ഇക്വേഷൻ, മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്, ഡയറക്ഷൻ വൈസ് എന്താവുള്ളൂ, ഡിഫറെൻ്റ് ആവുള്ളൂ. സോ ഞാൻ എഴുതാണ്. സോ സിമിലർലി ഇഫ് വി ഫൈൻഡ് ഫോഴ്സ് ഫോർ F12 it will be same in magnitude as F21. So F12 is equal to then വരും ഇക്വേഷൻ μ0 / 2π I1 I2 / D × L. ഇതാണ് എന്ത്, F21 ഇക്വേഷൻ, അല്ല F12 ഇക്വേഷൻ. ഇത് F21. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, F21 = F12 മോഡ് എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, രണ്ട് പാരലൽ ആയിട്ടുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്തു. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിൽ പാരലൽ ആയി കഴിഞ്ഞാൽ അവ പരസ്പരം എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അതിൻ്റെ ഐഡിയ ആണിത്. ഇനി നമ്മൾ ഇത് തിരിച്ച് ചെയ്താലും എനിക്ക് കിട്ടുക F21 F12 ആണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് ഇതേ ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. ഡയറക്ഷനെ എന്ത് ചെയ്യണുള്ളൂ, ചേഞ്ച് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഈ ഒരു ടോപ്പിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നോട്ടിലാക്കുക കേട്ടോ, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് 1 ആംപിയർ കറണ്ടിൻ്റെ ഡെഫിനിഷനാണ്.
അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഐഡിയയിൽ നിന്നാണ്, ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ആ 1 ആംപിയർ കറണ്ടിൻ്റെ ഡെഫിനേഷൻ പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് പാരലായിട്ട് കറണ്ട് ക്യാരിയിങ് വയർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ രണ്ട് കറണ്ട് ക്യാരിയിങ് വയറിൽ ഇതിൽ I1 കറണ്ട് ഒഴുകുന്നുണ്ട്, I2 കറണ്ട് ഒഴുകുന്നുണ്ട്. ഈ I1ൻ്റെ വാല്യൂ 1 ആംപിയർ ആണെന്ന് വിചാരിച്ചോ, I2ൻ്റെ വാല്യൂ 1 ആംപിയർ ആണെന്ന് വിചാരിച്ചോ, I2ൻ്റെ വാല്യൂ 1 ആംപിയർ ആണെന്ന് വിചാരിച്ചോ. ഈ രണ്ട് വയറുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് D ആണ്, ആ D 1 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ വാല്യൂസൊക്കെ നമ്മളിവിടെ കൊടുത്താൽ എന്താ വരിക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ഈ എല്ലിനെ ഇങ്ങ് താഴ്ത്തുകൊണ്ടിരാണ്. അപ്പോൾ F/L ഈസ് ഈക്വൽ ടു μ0/2π I1 I2 ഡിവൈഡഡ് ബൈ D ഇൻറ്റു L. ഞാൻ μ0/4πയുടെ വാല്യൂ നമുക്കറിയാം. μ0/4π ഈസ് ഈക്വൽ ടു 10⁻⁻7 ആണെന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ μ0/4π ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിന് താഴെയും മുകളിലും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാവും. F/L ഈസ് ഈക്വൽ ടു μ0/4π 2 ഇൻറ്റു I1 I2 ഡിവൈഡഡ് ബൈ D. ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ I1ൻ്റെ വാല്യൂ I2ൻ്റെ വാല്യൂ 1 ആംപിയർ എന്ന് കൊടുക്കുകയാണ്. അതേപോലെ D ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് കൊടുക്കുകയാണ്. μ0/4πയുടെ വാല്യൂ എന്ത് കൊടുക്കുകയാണ്, 10⁻⁻7 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ വരും. F/L ഈസ് ഈക്വൽ ടു എന്താ വരിക, 2 ഇൻറ്റു 10⁻⁻7. ഈ 2 ഉണ്ടാവും, ഇത് 10⁻⁻7 ആണ്, ഇൻറ്റു 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് പെർ ലെങ്ത്ത് 2 ഇൻറ്റു 10⁻⁻7 ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും, ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂവിൽ നിന്ന് ഫോഴ്സ് പെർ ലെങ്ത്ത് 2 ഇൻറ്റു 10⁻⁻7 അല്ലേ, ഈ ഒരു വാല്യൂവിൽ നിന്നാണ് നമ്മൾ 1 ആംപിയർ കറണ്ടിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് 1 ആംപിയർ കറണ്ട് എന്ന് ചോദിച്ചാൽ, ഈ രണ്ട് വയറിലൂടെ 1 ആംപിയർ കറണ്ട്, മീറ്റർ അല്ല, 1 ആംപിയർ കറണ്ട് ഒഴുകുകയാണെങ്കിൽ ആ രണ്ട് വയറിൻ്റെ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെങ്കിൽ ആ 1 ആംപിയർ കറണ്ട് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരിക്കും 2 ഇൻറ്റു 10⁻⁻7. അങ്ങനെയാണെങ്കിൽ ആ 2 ഇൻറ്റു 10⁻⁻7 ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് രണ്ട് വയറുകൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചുകൊണ്ട് ആ വയറിലൂടെ ഒഴുകുന്ന കറണ്ട് 1 ആംപിയർ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന് നമ്മൾ പറയണം, അല്ലെങ്കിൽ ആ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്ത് ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള കറണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, 1 ആംപിയർ കറണ്ട് എന്ന് പറയാം. അപ്പോൾ 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വയറുകൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുകയാണ്, അവയിലൂടെ 1 ആംപിയർ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയായിരിക്കും, 2 ഇൻറ്റു 10⁻⁻7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 2 ഇൻറ്റു 10⁻⁻7 ഫോഴ്സ് വരാൻ ആവശ്യമായിട്ടുള്ള കറണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, 1 ആംപിയർ കറണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് എഴുതാം. 1 ആംപിയർ ഈസ് ദാറ്റ് കറണ്ട് വിച്ച് ഫ്ലോസ് ഇൻ 2 പാരലൽ ഇൻഫിനിറ്റ്ലി ലോങ് വയേഴ്സ് കെപ്റ്റ് അറ്റ് 1 മീറ്റർ അപ്പാർട്ട് പ്രൊഡ്യൂസസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ദം ഓഫ് 2 ഇൻറ്റു 10⁻⁻7 ന്യൂട്ടൺ പെർ മീറ്റർ. ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ. എന്ന് വെച്ചാൽ 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ആ കറണ്ടാണ്, അത് രണ്ട് പാരലൽ വയറിലൂടെ ഒഴുകുന്ന ആ കറണ്ട്, ആ പാരലൽ കറണ്ട് എത്ര മീറ്ററിലാണ് വെച്ചിട്ടുള്ളത്, 1 മീറ്റർ അപ്പാർട്ടിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വയറിൻ്റെ ഇടയ്ക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പെർ യൂണിറ്റ് ലെങ്ത് 2 ഇൻറ്റു 10⁻⁻7 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 ഇൻറ്റു 10⁻⁻7 ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള കറണ്ട്, ആ കറണ്ട് നമ്മൾ പറയുന്ന പേരാണെന്ത്, 1 ആംപിയർ കറണ്ട്. ഇതാണെന്ത്, 1 ആംപിയർ കറണ്ടിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്നത്തെ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, സെറ്റാക്കുക. അപ്പോൾ ബൈ.